ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സിംപ്ലി മീ വിത്ത് സിമി മിഥുൻ. ഇന്ന് രാവിലെ എണീറ്റപ്പം എനിക്ക് യൂഷ്വലി രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ എനിക്ക് യൂട്യൂബിലെ കമൻസ് നോക്കുക, പിന്നെ ഇൻസ്റ്റഗ്രാമിലുള്ള മെസ്സേജസിനൊക്കെ ഒന്ന് റിപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ ഒന്ന് നോക്കിയിട്ട് പോവുക. അതൊരു സ്ഥിരം പരിപാടിയാണ്. അപ്പം എനിക്ക് ടൈം കിട്ടിയപ്പോൾ ഇങ്ങനെ നോക്കിയപ്പം ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും എൻ്റെ യൂട്യൂബിലെ കമൻസിലാണെങ്കിലും ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, മാർക്സ് ഉണ്ട്, പിമ്പിൾസ് ഒക്കെ വന്നിട്ടില്ല, എങ്ങനെയാ പോക്കുക എന്നുള്ളത്. അവർക്ക് റിപ്ലൈ ചെയ്തിട്ടുമുണ്ട്. വേറെ ഒരു സംഭവമാണ് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. അത് ഞാൻ ഇതിൽ കാണിച്ചിട്ടില്ല, കാണിക്കാൻ പോവാണ്. അതിൻ്റെ കൂട്ടത്തിൽ ചിലർ പറയും ഗ്ലോയിങ് ആയിട്ട് സ്കിന്നില്ല, ആ ഒരു ഗ്ലോ ഒക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട്, എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പം അതൊക്കെ ഇങ്ങനെ മനസ്സിലിങ്ങനെ വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇതൊക്കെ ചെയ്യണം എന്നൊക്കെ വിചാരിച്ച് നിൽക്കുമ്പം ജസ്റ്റ് ഞാൻ ഒന്ന് ഫ്രിഡ്ജിൽ പോയിട്ട് ഫ്രിഡ്ജ് തുറന്ന് നോക്കിയപ്പം ഒരു സംഭവം കിട്ടി, ഒരു ഫ്രൂട്ട്. ഈ ഫ്രൂട്ട് എന്ന് പറയുന്നത് ശരിക്കും നല്ല ഗ്ലോയിങ് കൊടുക്കാനും ഈവൻ പിമ്പിൾസ് ഉള്ളവർക്കും പിമ്പിൾസ് ഉള്ള ഓയിലി സ്കിൻ, എസ്പെഷ്യലി ആക്നി പ്രോൺ ഉള്ളവർക്കാണെങ്കിലും ഇവൻ ഡ്രൈ സ്കിന്നുകാർക്കും ഒരേപോലെ ഉപയോഗിക്കാൻ, എന്നാൽ ഉപയോഗം ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറ്റിയാൽ പറ്റുന്ന ഒരു അടിപൊളി ഒരു ഫ്രൂട്ട് കിട്ടിയപ്പം ഞാൻ വിചാരിച്ചു പെട്ടെന്ന് ഒരു വീഡിയോ എടുക്കുക, ഒരു 3 മിനിറ്റ്. ആക്ച്വലി ഞാൻ ഇതൊരു ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചതാണ്. അതിന്നൊരു കുറച്ച് അടിച്ച് മാറ്റിയിട്ടാണ് ഈ വീഡിയോ ചെയ്യാൻ വേണ്ടി പോണത്. ഓക്കെ, അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് എന്നെ കാണുന്നത്, നിങ്ങൾ ഫസ്റ്റ് ടൈം ആണ് നിങ്ങളിപ്പോൾ എൻ്റെ വീഡിയോ ഇത് കാണുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ റൈറ്റ് സൈഡിൽ സബ്സ്ക്രൈബ് എന്നൊരു ബട്ടൺ കാണാം, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ ഒരു ബെല്ലൈക്കൺ കൂടി വരും, അതും കൂടി ക്ലിക്ക് ചെയ്താലേ ഉള്ളൂ ഫ്യൂച്ചറിൽ ഞാൻ വീഡിയോസ് ഇടുമ്പം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരാനും എൻ്റെ വീഡിയോക്ക് മിസ് ചെയ്യാനും കാണാനും വേണ്ടി പറ്റുള്ളൂ. സോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. സോ ഇങ്ങനെ റെഡ് കളർ സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞിട്ട് ബട്ടൺ കാണാം, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിന് തൊട്ടടുത്ത് തന്നെ ഒരു ബെല്ലൈക്കൺ കൂടി വരും, അതും കൂടി ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഉള്ളൂ ഫ്യൂച്ചറിൽ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. ഈ നോട്ടിഫിക്കേഷൻ മിസ്സാവുന്നുണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ഓൾ ഒക്കേഷണൽ നൺ എന്ന് പറഞ്ഞിട്ടുണ്ടാകും. അതിൽ ഒക്കേഷണൽ കൊടുക്കരുത്, ഓൾ കൊടുത്തതിന് ശേഷം ഓക്കെ കൊടുത്താൽ മാത്രമേ ഉള്ളൂ എപ്പോഴൊക്കെ ഞാൻ വീഡിയോസ് ഇടുന്നു അപ്പോഴൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരാനും മിസ് ചെയ്യാണ്ട് വീഡിയോസ് കാണാനും പറ്റുള്ളൂ. അപ്പം ഫ്രൂട്ട് ഏതാന്നല്ലേ, ഫ്രൂട്ട് കാണിച്ചു തരാം. ഇതാണ് അവോക്കാഡോ. അവോക്കാഡോ എന്ന് തന്നെയല്ലേ മലയാളത്തിലും പറയാം. അതെ, അവോക്കാഡോ ആണ് ഇത് എന്ന് പറയുന്നത്. ഒരു അടിപൊളി ഫ്രൂട്ടാണ്. കുറച്ച് എനിക്കറിയാം ഇത് നാട്ടിലൊക്കെ കുറച്ച് എക്സ്പെൻസീവ് ആണ്. എനിക്ക് അത്ര എക്സ്പെൻസീവ് ആണ്, പക്ഷെ ഇപ്പോഴൊക്കെ കുറച്ച് കുറഞ്ഞിട്ടുണ്ടാവുമായിരിക്കും. അപ്പം ഇത് ഒരെണ്ണം നിങ്ങൾ എപ്പോഴെങ്കിലും വാങ്ങിക്കുമ്പോൾ, ഇത് നല്ല ബട്ടർ ഫ്രൂട്ട് അല്ലേ, ബട്ടർ ഫ്രൂട്ട് എന്നാണ് പറയുക. ആക്ച്വലി നമ്മൾ ബട്ടർ ഷേക്ക് ഒക്കെ അടിക്കുമ്പോൾ അതൊന്ന് ഒരു ഇത്തിരി ഒന്ന് മാറ്റി വെച്ചിട്ട് ഒന്ന് ഇത് ഫേസിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. എപ്പോഴെങ്കിലും വാങ്ങും, നിങ്ങൾ വീക്ക്ലി വാങ്ങിച്ചാൽ മതി, അല്ലെങ്കിൽ വീക്ക്ലി നിങ്ങൾ യൂസ് ചെയ്താൽ മതി. ഡെയിലി കണ്ടിന്യൂസ് ചെയ്യണം എന്നല്ല ഞാൻ പറയുന്നത്. അപ്പം ഇതാണ് നമ്മുടെ മാസ്റ്റർ സാധനം, സ്റ്റാർ ഓഫ് ദി ഡേ എന്ന് പറയുന്നത്. അപ്പം ഇതെങ്ങനെയാണ് ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം. ഓക്കെ, പകുതിയാക്കി വെച്ചിട്ടുള്ള അവോക്കാഡോ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളത്. അപ്പോൾ ആ കുരുവൊക്കെ പോക്കിയതിന് ശേഷം ഇങ്ങനെ സ്കൂപ്പ് ചെയ്തിട്ട് ഇതൊക്കെയാണ് ഞാൻ ഇപ്പോൾ ജ്യൂസ് അടിക്കാൻ വേണ്ടി വെച്ചിട്ടുള്ളത്. അതിന് ബാക്കിയുള്ള നമ്മൾ എടുത്ത് കഴിഞ്ഞാൽ തൊലി ഉണ്ടാവില്ല, തൊലീൻ്റെ ഉള്ളിലുള്ള ഇത്രയും ഭാഗം മതി നമുക്കൊന്ന് ഈ പേസ്റ്റ് ഉണ്ടാക്കാൻ. അപ്പം ഇങ്ങനെ കാണുന്ന ഈ ഒരു ഭാഗത്തുനിന്ന് ഞാൻ കുറച്ച് അവോക്കാഡോ ഇതിനുള്ളിൽ നിന്ന് ഇങ്ങനെ സ്കൂപ്പ് ചെയ്ത് എടുത്തിട്ട് ഇത്രയ്ക്കും മതി. ആ ഒരു ചെറിയൊരു ഭാഗത്ത് നമുക്ക് കിട്ടിയാണ് ഇത്രയ്ക്കും അവോക്കാഡോൻ്റെ ആ ഒരു പൾപ്പ് എന്ന് പറയണത്. അത് ഞാൻ മാറ്റി വെച്ചതിന് ശേഷം അതിലേക്ക് ഒരു പകുതി ചെറുനാരങ്ങേൻ്റെ നീരാണ് ഒഴിക്കുന്നത്. പകുതി മൊത്തത്തിലൊന്നും വേണ്ട, അതൊന്ന് മിക്സ് ആവുന്നത് വരെയുള്ള അത്രയ്ക്കും ചെറുനാരങ്ങയും കൂടി ആഡ് ചെയ്യാണ്. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് ചേർത്ത് കൊടുക്കാം. നല്ല പഴുത്തതാണെങ്കിൽ പെട്ടെന്ന് തന്നെ നല്ല പേസ്റ്റ് ആയിട്ട് തന്നെ കിട്ടും. അപ്പം നമ്മുടെ പാക്ക് റെഡിയാണ്. നല്ല പഴുത്തതാണെങ്കിൽ പെട്ടെന്ന് തന്നെ നല്ലോണം ഇത് മിക്സ് ആയിട്ട് കിട്ടും. ഓക്കെ, നല്ല പേസ്റ്റ് ആയിട്ട് കിട്ടും. അപ്പം ഇത് ഞാനിപ്പോൾ ചെയ്തത് നല്ല ഗ്ലോയിങ് സ്കിന്നിന് വേണ്ടിയിട്ടുള്ളതാണ്. എനിക്ക് അധികം പിമ്പിൾസ് ഇല്ല, ഇവിടെ ഒരു പിമ്പിൾസ് അത് അത്രയൊക്കെ ഉള്ളത് വല്ലപ്പോഴൊക്കെ വരുന്നതാണ്. ഇറ്റ്സ് ഫൈൻ. അപ്പം ഞാൻ ഗ്ലോയിങ് സ്കിന്നിനാണ് ഇത് ചെയ്യുന്നത്. ഇനി നിങ്ങളത് ഒരു എന്താ പറയുക, ഓയിലി ആക്നി പ്രോൺ സ്കിന്നാണ് എന്ന് വിചാരിച്ചേ. ഓക്കെ, നിങ്ങളത് നല്ല ഓയിലി ആണ്, കൂടാണ്ട് പെട്ടെന്ന് പിമ്പിൾസ് വരുന്നതാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അവോക്കാഡോ തന്നെ കുറച്ചെടുക്കുക, അതിലേക്ക് തൈര് ആഡ് ചെയ്യണം. ഈ തൈര് ഇതും കൂടി ചെയ്യുമ്പോൾ വളരെ നല്ല റിസൾട്ട് ആയിരിക്കും. ഓയിലി സ്കിന്നിനെ വല്ലാണ്ട് ഓയിലി ആക്കൂല, ഇതൊരിക്കലും ഓയിലി ആവില്ല. ഇത് നല്ല അവോക്കാഡോ പറഞ്ഞ നല്ല ഹൈഡ്രേഷന് വേണ്ടിയിട്ടാണ് അവോക്കാഡോ യൂസ് ചെയ്യുന്നത്. പിന്നെ അവോക്കാഡോ എന്ന് പറയുന്നത്
ഏറ്റവും കൂടുതൽ വൈറ്റമിൻസ് ആണെങ്കിലും ശരി, ആൻറ്റി ഓക്സൈഡ് ആണെങ്കിലും ശരി, അങ്ങനെ എൻറിച്ച് ആയിട്ടുള്ള ഒരു അടിപൊളി ഒരു ഫ്രൂട്ടാണിത്. കൂടാതെ നമ്മളിപ്പോൾ യൂസ് ചെയ്തത് ഏതാണ്, ചെറുനാരങ്ങൻ്റെ നീരാണ്. അതെന്ന് പറയുന്നത് നാച്ചുറൽ ബ്ലീച്ചിങ് ആണ്. അപ്പം നല്ല ഗ്ലോയിങ് കിട്ടാൻ വേണ്ടി സഹായിക്കും. ഇനി അഥവാ നിങ്ങൾ തൈര് യൂസ് ചെയ്യാണ് ഓയിലി സ്കിന്നിന് വെച്ചിട്ടുണ്ടെങ്കിൽ തൈരിൽ ലാക്റ്റിക് ആസിഡ് ആണുള്ളത്. അത് നിങ്ങളെ സ്കിന്നിലുള്ള ആക്നീസിനൊക്കെ ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട്, ആക്നി സ്കിന്നുകാർക്ക് പറ്റിയതാണ് കേർഡ് എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ നമുക്ക് തേക്കാം കേട്ടോ. ഞാൻ തേക്കാൻ വേണ്ടി പോവാണ്. നമുക്ക് ഒരു 1/2 to 20 minutes നമുക്കിത് വെക്കാം. അതിനുശേഷം ജസ്റ്റ് മുഖം കഴുകുക. ഓക്കെ, 20 minutes കംപ്ലീറ്റ് ആയി. 20 minutesൽ അതിലും കൂടുതലായി വെച്ചാൽ ഒരു അരമണിക്കൂറിന് കൂടുതലായി ഇപ്പം വെച്ചിട്ടുള്ളത്. അങ്ങനെ വലിയ ഡ്രൈ എന്നല്ല, എന്നാലും കുഴപ്പമില്ല. ഞാൻ ഫേസ് കഴുകാൻ വേണ്ടി പോവാണ്. അത് കഴിഞ്ഞിട്ട് അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, ഫേസൊക്കെ നന്നായിട്ട് കഴുകി നല്ല ഒരു മാറ്റം തന്നെ എനിക്ക് തോന്നുന്നുണ്ട് സത്യത്തിൽ. അപ്പം എൻ്റെ ഫേസൊക്കെ നന്നായിട്ട് ഞാൻ കഴുകി കളഞ്ഞു. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. നല്ല സോഫ്റ്റ് ആൻഡ് നല്ല പ്ലംബായിട്ട് നിൽക്കുന്ന പോലെ തന്നെ ഉണ്ട്. ഇത് നിങ്ങൾക്ക് സ്പെഷ്യലി എനിക്ക് തോന്നുന്നത് ഡ്രൈ സ്കിന്നുകാർക്കാണ് ഏറ്റവും നല്ല ഹൈഡ്രേഷൻ കിട്ടാനും ആ ഡ്രൈനെസ്സിൻ്റെ നേരത്തെ വീഡിയോയിൽ, ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ സ്കിന്ന് ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് എന്നുള്ളത്. ആ ഡ്രൈനെസ് ഒക്കെ ഒന്ന് പോയിട്ട് നല്ല സോഫ്റ്റ് ആയ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് ഓയിലി സ്കിൻ ആർക്കാണെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയത് ഒട്ടും ഓയിലി ആക്കില്ല നിങ്ങളുടെ സ്കിന്ന്, പക്ഷെ നല്ല ഹൈഡ്രേഷനാണ് തരുന്നത്. അത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. വൺസ് ഇൻ എ വീക്കെങ്കിലും ട്രൈ ചെയ്യുക. ഇനി എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിലും ശരി, നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്യാവുന്നതാണ് കേട്ടോ ഈ ഒരു പാക്ക് എന്ന് പറയുന്നത്. സോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം. ഇഷ്ടപ്പെട്ട ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ഓൾസോ ഫോളോ മീ ഇൻ ഇൻസ്റ്റാഗ്രാം. ഇങ്ങനത്തെ ചെറിയ ക്വസ്റ്റ്യൻ ആയിരിക്കും ഇങ്ങനെ വലിയൊരു വീഡിയോ ആയിട്ട് മാറുന്നത്. അപ്പം നിങ്ങളുടെ ഓരോ ക്വസ്റ്റ്യൻസും എനിക്കും ഹെൽപ്ഫുൾ ആയിരിക്കും. സോ താങ്ക് യു സോ മച്ച് ആസ് ഓൾവേസ്. ലവ് യു ഓൾ.